ഈ വണ്ടിയുടെ കംപ്ലൈൻറ്റ് എന്ന് പറയുന്നത് കൂളൻ്റ് ലീക്കാണ്. ഇത് Audi A6 2 ലിറ്റർ എഞ്ചിനാണ്. ഈ ഒരു ഭാഗത്ത് നന്നായിട്ട് തന്നെ കൂളൻ്റ് ലീക്കായിട്ടുണ്ട്. ഈ ഒരു ടൈമിംഗ് സൈഡിൽ നിന്നാണ് ലീക്ക് വരുന്നത്. നമുക്ക് വാട്ടർ പമ്പാണ് ലീക്ക്. നമുക്ക് ജസ്റ്റ് കവറൊന്ന് അയച്ചു കഴിഞ്ഞാൽ ശരിക്കും കാണാൻ കഴിയും. വാട്ടർ പമ്പിന് വരുന്ന ഡ്രൈവ് ടൈമിംഗ് ബെൽറ്റുമെന്നാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ടൈം ബെൽറ്റും മറ്റു കാര്യങ്ങളൊക്കെ അയക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് അവിടെ നിന്ന് അഴിക്കാനുള്ള ആക്സസ് കുറവായതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രണ്ട് ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ബമ്പറും റേഡിയേറ്ററും അതുപോലെ ഇൻ്റർകൂളർ AC കണ്ടൻസർ എല്ലാ ഭാഗങ്ങളും ഫാന് റേഡിയേറ്റർ ഫാൻ എല്ലാം നമുക്ക് എങ്കിൽ മാത്രമേ നമുക്ക് ടൈം ബെൽറ്റിൻ്റെയും വാട്ടർ പമ്പൊക്കെ അയച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ കണ്ടൻസർ നമുക്ക് അയക്കുമ്പോൾ AC ഗ്യാസ് കളയേണ്ടതില്ല. നമുക്ക് രണ്ട് സൈഡത്തെ ക്ലിപ്പ് ജസ്റ്റ് ഒന്ന് പൊന്തിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഒരു സൈഡിലേക്ക് നമുക്ക് കണ്ടൻസർ ഈസി ആയിട്ട് മാറ്റി വെക്കാൻ കഴിയുന്നതാണ്. ഇതേ സെയിം രീതിയിൽ തന്നെയാണ് നമുക്ക് Audi A4ലും വാട്ടർ പമ്പ് ചേഞ്ച് ചെയ്യാൻ വരുന്നത്. ഇതുപോലെ കംപ്ലീറ്റ് ആയിട്ട് തന്നെ അയക്കേണ്ടതുണ്ട്. ഔട്ടർ ബെൽറ്റൊക്കെ ഫ്രണ്ട് ഭാഗം നമുക്ക് അയച്ചു കഴിഞ്ഞാൽ വളരെ പിന്നെ ഈസി ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. Audi Q3 പോലെ നമുക്ക് സൈഡിൽ നിന്ന് വോക്സ്വാഗൺ പോളോ അതുപോലെ വെൻഡോയിലൊക്കെ നമുക്ക് ചെയ്യുന്നത് പോലെ സൈഡിൽ നിന്ന് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇത്രയും ഭാഗം അയക്കേണ്ടതായിട്ട് വരുന്നില്ല. പക്ഷേ ആ വണ്ടികൾക്കൊക്കെ നമുക്ക് ആ ഒരു സൈഡിൽ നിന്ന് അയക്കുമ്പോൾ അതിൻ്റേതായ റിസ്ക് ഉണ്ട്. ഇതാകുമ്പോൾ ഫ്രണ്ട് സൈഡ് കുറച്ച് ഭാഗങ്ങൾ അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ വാട്ടർ പമ്പ് മാറ്റാൻ കഴിയും. ഈ കവറും കൂടെ അയച്ചു കഴിഞ്ഞാൽ പിന്നെ ടൈമിംഗ് സൈഡായി. ഇനി നമുക്ക് ടൈമിങ്ങിൽ വെക്കാം. അതിന് ടൈമിങ്ങും തന്നെ വളരെ സിമ്പിളാണ്. ടൈമിങ് വരുന്നത് ക്യാമിനും ലോക്കുണ്ട്, ക്രാങ്കിനും ലോക്കുണ്ട്. ക്രാങ്കിന് ലോക്കില്ല, ക്രോങ്കിനും ലോക്കുണ്ട്. അതിനൊരു ടൂൾ വെച്ച് ലോക്ക് ചെയ്യാണ്. പമ്പിനും ക്യാമിനും നമുക്ക് ജസ്റ്റ് ഒരു പിന്നോ പോലത്തെ ഒരു മെറ്റൽ പിന്നോ വെച്ചിട്ട് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ബ്ലോക്കുമൊക്കെ തന്നെ ഈ ഒരു ഹോളിന് പാരലലായിട്ട് അപ്പുറത്തേക്ക് ഒരു ബ്ലോക്കുമൊക്കെ ഒരു ഹോൾ വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് എന്തെങ്കിലും ജസ്റ്റ് ഒരു പിന്ന് വെച്ചിട്ട് ബ്ലോക്ക് ചെയ്യാം, നമുക്ക് പുള്ളിയെ. അതുപോലെ തന്നെയാണ് പമ്പിന് വരുന്നത്. പമ്പിൻ്റെ ഈ ഒരു മുകളിൽ ഭാഗുന്ന ഈ ഒരു ഭാഗത്ത് നമുക്കൊരു പിന്ന് വെച്ചിട്ട് പമ്പ് നമുക്ക് ബ്ലോക്ക് ചെയ്യാവുന്നതാണ്. ക്രാങ്കിന് വരുന്നത് പിന്നെ ഈ ഒരു ഭാഗത്തിന് കറക്റ്റായിട്ട് ശരിക്കത് അവിടെ ഒരു ടൂള് വെക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷെ നമുക്കതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ടെൻഷനർ അയച്ചിട്ട് നമുക്ക് ബെൽറ്റ് അയച്ചെടുക്കാം. വാട്ടർ പമ്പ് മാറുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മൾ വാട്ടർ പമ്പ് ലീക്കായിട്ടാണ് മാറ്റുന്നത് എന്നുണ്ടെങ്കിൽ ടൈം ബെൽറ്റ് മാറ്റൽ നിർബന്ധമാണ്. കാരണം ഈ ഒരു കൂളൻ്റ് ബെൽറ്റുമേലായിട്ട് ആ ബെൽറ്റിൻ്റെ എഫിഷ്യൻസി നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. 10mm 3 ബോൾട്ട് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് വാട്ടർ പമ്പ് ഈസി ആയിട്ട് തന്നെ കിട്ടും. അതിനുശേഷം നമ്മൾ ഈ ഒരു മൈനസ് എന്തോന്ന് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വാട്ടർ പമ്പ് ഈസി ആയിട്ട് പുറത്തോട്ട് കിട്ടും. വാട്ടർ പമ്പ് അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ഭാഗം നല്ല വൃത്തിയായിട്ട് തന്നെ കൂളൻ്റ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ക്ലീൻ ചെയ്യേണ്ടതുണ്ട്. ഒരു കാരണവശാലും കൂളൻ്റിൻ്റെ ഒരു അംശം നമ്മളവിടെ നിർത്താനേ പാടില്ല. ഇതാണ് നമുക്ക് വരുന്ന പുതിയ വാട്ടർ പമ്പ്. ഈ വാട്ടർ പമ്പ് തന്നെയാണ് നമുക്ക് വോക്സ്വാഗൻ്റെയും അതുപോലെ ഓഡിയുടെയും ഒട്ടുമിക്ക ഡീസൽ എഞ്ചിനുകൾക്കും, എല്ലാ എഞ്ചിനുകളും അല്ല എന്നാലും ഒട്ടുമിക്ക ഡീസൽ എഞ്ചിനുകൾക്കും ഇതേ സെയിം വാട്ടർ പമ്പ് തന്നെയാണ് വരുന്നത്. ബെൽറ്റ് നമ്മൾ പുതിയ ഫിറ്റ് ചെയ്യുമ്പോഴും തന്നെ നമ്മൾ എല്ലാ വണ്ടിക്കും ചെയ്യുന്നത് പോലെ വലിച്ച് നമ്മൾ റിസ്ക് എടുത്തൊന്നും ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ബെൽറ്റ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഇട്ട് വെക്കുക. അതിന് ശേഷം നമുക്ക് വരുന്ന പമ്പുമ്മൽ വരുന്ന ഈ ഒരു 3 ബോൾട്ടും അതുപോലെ ക്യാമിൻ്റെ പുള്ളിമ്മ വരുന്ന ഈ ഒരു 13-ൻ്റെ 3 ബോൾട്ടും ഉണ്ട്. അത് 3 നമുക്ക് ലൂസ് ചെയ്ത് ഈ ഒരു 6 ബോൾട്ട് ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്യാം. മൊത്തത്തിൽ നമ്മൾ അയച്ചെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ലൂസ് ചെയ്താൽ മതി. അങ്ങനെ ലൂസ് ചെയ്തതിൻ്റെ ശേഷം മാത്രം നമ്മൾ ടെൻഷൻ ചെയ്യാം. ഇനി നമുക്ക് ബെൽറ്റ് ടെൻഷൻ ചെയ്യാം. ഇങ്ങനെ ടെൻഷൻ ചെയ്യുന്നതിൻ്റെ ഉപകാരം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബെൽറ്റ് എല്ലാ ഭാഗത്തും ഒരേ ടൈറ്റാണ് വരിക. ഒരു ഭാഗത്ത് കൂടുതലും കുറവായിട്ട് നമ്മൾ വരില്ല. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ടെൻഷനറിൻ്റെ ഈ ഒരു സെൻറ്റർ ഭാഗം എപ്പോഴും നമ്മൾ കറക്റ്റായി ടൈമിങ്ങിലിരിക്കുന്ന സമയത്ത് എപ്പോഴും അത് കറക്റ്റ് സെൻറ്ററിൽ തന്നെ വന്ന് നിൽക്കണം. ഒരു കാരണവശാലും കൂടുകയോ കുറയുകയോ ചെയ്യരുത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ബെൽറ്റ് നമ്മൾ വണ്ടി
കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വണ്ടിയിൽ നിന്നൊരു നോയ്സോ ബെൽറ്റിൽ നിന്ന് നോയ്സും അതുപോലെ തന്നെ നമ്മൾ കുറച്ച് വണ്ടിയിൽ നമ്മൾ ഓടിക്കഴിഞ്ഞ് വണ്ടി ഒന്ന് ചൂട് വർക്കിംഗ് ടെമ്പറേച്ചർ ആയി കഴിഞ്ഞാൽ പിന്നെ ബെൽറ്റ് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്, ഓവർ ടെൻഷനായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഒരു കാരണവശാലും ഇത് കൂട്ടി വെക്കാൻ പാടില്ല. ടൈമിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് ആ ഒരു ടെൻഷനർ കറക്റ്റ് സെൻറ്ററായിട്ട് തന്നെ വെക്കണം. ടൈമിങ്ങിലല്ലാത്ത സമയത്ത് ചിലപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ ചാൻസ് ഉണ്ട്. ടൈമിങ്ങിലാവുന്ന സമയത്ത് അത് കറക്റ്റ് സെൻറ്ററിൽ തന്നെ വെക്കണം. അതിന് ശേഷം നമുക്ക് എല്ലാ ഭാഗങ്ങളും തിരിച്ച് ഫിറ്റ് ചെയ്യാം.